ലിയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് നടക്കുക. പാപ്പയുടെ കാർമ്മികത്വത്തിലായിരിക്കും സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ കുർബാന. ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യസഭാ ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം വത്തിക്കാനിലെത്തിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൾസ് ഉൾപ്പെടെ നിരവധി ലോക നേതാക്കളാണ് പാപ്പയുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ചായ കുടിക്കാനായി പുറത്തിറങ്ങി, പിന്നാലെ കാർ കത്തിയമർന്നു. വയനാട് ലക്കിടിയിൽ കാർ കത്തിയമർന്നു. വേങ്ങര സ്വദേശി മൻസൂറിന്റെ കാറാണ് കത്തി നശിച്ചത്. ചായ കുടിക്കാനായി മൻസൂർ പുറത്തിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. കാറിന്റെ ബോണറ്റിൽ നിന്ന് ആദ്യം പുക ഉയരുകയായിരുന്നു. തൊട്ടു പിന്നാലെ കാർ കത്തി മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി തീ പടരുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. കാർ മൈസൂരിൽ നിന്നും എത്തിയതായിരുന്നു. മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാരിയല്ലുകൾ തകർന്ന നിലയിൽ. കൊച്ചി പള്ളുരുത്തിയിലാണ് സംഭവം. തൈപ്പറമ്പിൽ TG ജോണിയാണ് മരിച്ചത്. ജോണിയുടെ വാരിയല്ലുകൾ തകർന്ന നിലയിലാണുള്ളത്. കൊലപാതകമാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. മകൻ ലൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. റബ്ബർ ഷീറ്റും അടക്കയും മോഷ്ടിച്ചു. പട്ടാളക്കാരൻ പിടിയിൽ. പാലക്കാട് മണ്ണൂർ കമ്പനിപ്പടിയിലാണ് സംഭവം. 400 കിലോ റബ്ബർ ഷീറ്റും അടക്കയുമാണ് മോഷണം പോയത്. കേരളശ്ശേരി വടശ്ശേരി സ്വദേശിയായ അരുണാണ് മങ്കര പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് കമ്പനിപ്പടിയിലെ റബ്ബർ ഷീറ്റ് കടയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടന്നത്. അവധി കഴിഞ്ഞ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കവെയാണ് പ്രതി പിടിയിലായത്. വാൽപ്പാറയിൽ സർക്കാർ ബസ് നിയന്ത്രണം വിട്ട കുഴിയിലേക്ക് മറിഞ്ഞ അപകടത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. 14 പേരുടെ നില ഗുരുതരമാണ്. തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. ഹെയർപിൻ തിരിയുമ്പോഴാണ് നിയന്ത്രണം വിട്ട 10 അടി ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിഞ്ഞത്. പുലർച്ചെ 3 മണിക്കാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റവരെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. 60ഓളം പേർ വാഹനത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റവരിൽ മലയാളികൾ ഉള്ളതായി വിവരം ലഭിച്ചിട്ടില്ല. അപകട വിവരം അറിഞ്ഞ സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.